ശ്രീ രാജു പി നായർ, ഇപ്പോൾ സനോജ് ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മറുപടി പറയണം. സോണിയാഗാന്ധിയുടെ അടുത്തേക്ക് എങ്ങനെയാണ് പോറ്റിയെത്തിയതിന് പിന്നിൽ MP-മാരാണ് എന്ന് മാത്രമല്ല, അന്നത്തെ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായി പോറ്റിക്കുള്ള ബന്ധത്തെക്കുറിച്ച് കൂടിയാണ് CPM ആരോപണം ഉന്നയിക്കുന്നത്. സ്മൃതി, ഈ ആരോപണത്തിന്റെ അടിസ്ഥാനം എന്താ? ഒരു ഫോട്ടോ അല്ലേ? ശബരിമലയിൽ ഈ നടന്നിരിക്കുന്ന വലിയ കൊള്ള, അത് ചെറിയ സ്വർണത്തിന്റെ കൊള്ളയൊന്നുമല്ല, 100 കണക്കിന് കോടി രൂപയുടെ കൊള്ളയാണെന്നുള്ളതാണ് ഇപ്പം D മണി ഉൾപ്പെടെ വരുമ്പോൾ പുറത്തേക്ക് വരുന്നത്. ആ കൊള്ളയുടെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഈ ഫോട്ടോയ്ക്ക് എന്തെങ്കിലും പ്രസക്തി ഉണ്ടോ? ഞങ്ങൾക്ക് സംശയം ഉണ്ടായിരുന്നു. ഈ CPM-ന്റെ സൈബർ അണികൾക്ക്, അന്തംകമ്മികൾ എന്നൊക്കെ വിളിക്കുന്നവർക്ക് ആരാണ് ഇത്തരത്തിലുള്ള വാദങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നതെന്ന്. കാരണം കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ പുച്ഛിച്ച് തള്ളുന്ന വാദങ്ങൾ ആരാണ് ഉണ്ടാക്കി കൊടുക്കുന്നത് എന്നുള്ള ഞങ്ങളെയൊക്കെ സംശയം. ഞങ്ങൾ പലപ്പോഴും പല മാധ്യമപ്രവർത്തകരൊക്കെയാണ് ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നത്. പക്ഷെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് ഇത്തരത്തിൽ വൃത്തികെട്ട വാദങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന ആൾ എന്ന് ഇപ്പോൾ മനസ്സിലായി. ഞാൻ കാര്യമായിട്ടൊന്നും പോകുന്നില്ല. സനോജിനോട് ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കുകയാണ്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വൈകാരികമായ, വിശ്വാസപരമായ എല്ലാം മൂല്യമുള്ള ശബരിമലയിൽ നടത്തിയിട്ടുള്ള സമാനതകളില്ലാത്ത കൊള്ളയെ സംബന്ധിച്ചാണ്. രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു വിവരം ഇത് സംബന്ധിച്ച് കിട്ടിയപ്പോൾ അദ്ദേഹം SITക്ക് ഒരു കത്ത് കൊടുത്തു. ആ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അന്വേഷണം നടക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് D മണിയുടെ മൊഴിയെടുത്തത്. സനോജിന് ഞാൻ എൻ്റെ ഒരു 30 സെക്കൻഡോ 1 മിനിറ്റോ കൊടുക്കാൻ തയ്യാറാണ്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, ഈ പറയുന്ന കോൺഗ്രസിൻ്റെ MP-മാർക്ക് ആർക്കെങ്കിലും ഇതിനകത്ത് പങ്കുണ്ട് എന്ന് അദ്ദേഹത്തിന് ബോധ്യമുണ്ടെങ്കിൽ, ആഭ്യന്തരമന്ത്രിയാണ്, മുഖ്യമന്ത്രിയാണ്, SITക്ക് നിങ്ങളൊരു കത്ത് കൊടുക്കുമോ മുഖ്യമന്ത്രി? ഒന്ന് സനോജ് നേരിട്ട് അതിന് മറുപടി അറിയോ? 30 സെക്കൻഡ് ഞാൻ തരാൻ തയ്യാറാണ്. വല്ലാത്ത വികടവാദങ്ങളിലേക്ക് പോകരുത്. കേരളത്തിലെ മുഖ്യമന്ത്രി വിവരങ്ങളുണ്ട്, ഒന്ന് കൊടുക്കാമോ? ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിൽ SIT അന്വേഷണം നടന്നു വരികയാണ്. ആ SITയിലെ മിടുക്കരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ ആ കാര്യങ്ങൾ സംബന്ധിച്ച് സമഗ്രമായി അന്വേഷിക്കുന്നുണ്ട്. നിങ്ങൾ വെയിറ്റ് ചെയ്യൂ. നിങ്ങളുടെ MP-മാർക്ക്, നിങ്ങളുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാർക്ക് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണല്ലോ അന്വേഷണം വരും, മനസ്സിലാവും. ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിൽ SITയുടെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണല്ലോ രമേശ് ചെന്നിത്തലയ്ക്ക് ഇത്തരത്തിലുള്ള വിവരം കിട്ടുന്നത്. ഈ നാട്ടിൽ സത്യം തെളിയണമെന്നും ശബരിമല അയ്യപ്പനെ കൊള്ളയടിച്ചവർ ആരാണ് എന്ന് പുറത്തു വരണമെന്നും അദ്ദേഹത്തിന് താല്പര്യമുള്ളതുകൊണ്ട്, സത്യത്തിന്റെ ഭാഗത്ത് അദ്ദേഹം നിൽക്കുന്നതുകൊണ്ട് ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ നിൽക്കുന്ന SITക്ക് ഇത് കണ്ടുപിടിക്കാനുള്ള വിവരം കൈമാറിയല്ലോ. അതിന്റെ ഭാഗമായിട്ടാണല്ലോ പുതിയ അന്വേഷണ മന്ത്രി, കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക്, കേരളത്തിലെ കോൺഗ്രസിന്റെ ഞാൻ പറഞ്ഞല്ലോ ഒറ്റ ചോദ്യം ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യത്തിനോട് ഉത്തരം പറയൂ. അതല്ലേ പറയുന്നത്, പറഞ്ഞു തുടങ്ങി. ശ്രീ സനോജ് ഒന്ന് വെയിറ്റ് ചെയ്യൂ, അദ്ദേഹം പറഞ്ഞു പൂർത്തിയാക്കട്ടെ. എന്നിട്ടും പറഞ്ഞില്ലെങ്കിൽ അങ്ങ് ഇടപെട്ടോളൂ. ശ്രീ രാജു പി നായർ പറയൂ. സനോജ്, കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് മാധ്യമങ്ങളോടും KPCC ഓഫീസിന്റെ മുന്നിൽ കേരളത്തിന് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് മാധ്യമങ്ങളോടും KPCC ഓഫീസിന്റെ മുന്നിൽ നിന്നും അയ്യോ ദേ ഇവര് കള്ളന്മാരാണെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. അദ്ദേഹത്തിന് ഇതിനെ സംബന്ധിച്ച് വിവരവും കൃത്യമായ ബോധ്യവും ഉണ്ടെങ്കിൽ രമേശ് ചെന്നിത്തല ചെയ്ത പോലെ SITക്ക് ഒരു കത്ത് കൊടുക്ക്. അടൂർ പ്രകാശ്, പിന്നെ ആരാ, ആന്റോ ആന്റണി ഒക്കെ ഉണ്ട്. ഇതിനകത്ത് അങ്ങനെയൊന്നും പറയണ്ട. കേരളത്തിന്റെ മുഖ്യമന്ത്രി കിട്ടുന്ന വിവരങ്ങൾ, കേരളത്തിന്റെ മുഖ്യമന്ത്രി കിട്ടുന്ന വിവരങ്ങൾ ചെന്നിത്തലക്ക് പല താല്പര്യം ഉണ്ടാവും. കിട്ടുന്ന വിവരങ്ങൾ അത് പത്രസമ്മേളനം നടത്തിയിട്ട് അങ്ങോട്ട് ഏൽപ്പിക്കണം എന്ന് പറഞ്ഞാൽ അത് വല്ലാത്ത കാര്യമാണല്ലോ. ശരി, ശ്രീ സനോജ്, അല്ല, രാഷ്ട്രീയ ആരോപണവും മുന്നിൽ വന്ന തെളിവുകൾ SIT അറിയിക്കുന്നത് തമ്മിൽ വ്യത്യാസമുണ്ട്. ശ്രീ സനോജ്, അങ്ങിപ്പോൾ രാഷ്ട്രീയ ആരോപണം ഉന്നയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. മുഖ്യമന്ത്രിയും രാഷ്ട്രീയ ആരോപണമാണ് ഉന്നയിച്ചത്. അദ്ദേഹം പൂർത്തിയാക്കട്ടെ പ്ലീസ്, അദ്ദേഹം പൂർത്തിയാക്കട്ടെ. രാഷ്ട്രീയ ആരോപണമല്ല,
അല്ലെങ്കിൽ പിന്നെ തെളിവ് കൊടുക്കണം. തെളിവുണ്ടെങ്കിൽ തെളിവ് കൊടുക്കണം. ചോദിച്ചല്ലോ മുഖ്യമന്ത്രി കിട്ടുന്ന വിവരങ്ങൾ എന്തുകൊണ്ട് മുഖ്യമന്ത്രി കത്തെഴുതുന്നില്ല എന്ന്. അല്ല, എന്റെ സനോജിന്റെ അസ്വസ്ഥത കാണുമ്പോൾ പത്രക്കാരെ SITക്ക് നേരെ കൊടുക്കണമോ, SITക്ക് നേരെ കൊടുക്കണമോ, ഇവിടെയുള്ള ഇന്റലിജൻസ് സംവിധാനം വഴി കൊടുക്കണമോ എന്നെല്ലാം തീരുമാനിക്കുന്നത് മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രിയുടെ മുന്നിൽ ഒരു ദിവസം എന്തെല്ലാം വിവരങ്ങൾ കിട്ടും, ആ വിവരമെല്ലാം ഇങ്ങനെ കത്തെഴുതിയിട്ട് ഓരോ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് ഞാനിതാ കൊടുത്തിരിക്കുന്നു, ഞാനിതാ സത്യസന്ധനാണ് എന്ന് പറയേണ്ട വല്ല കാര്യമുണ്ടോ? ചെന്നിത്തലക്കൊക്കെ അത് വേണ്ടി വരും. കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് അതിന്റെ ആവശ്യമില്ല. ചെന്നിത്തല അങ്ങനെയല്ല. ചെന്നിത്തല രാഷ്ട്രീയ ആരോപണമല്ല. ചെന്നിത്തലയ്ക്ക് ഒരു വ്യവസായി നൽകിയ വിവരങ്ങളാണ് SITക്ക് മുന്നിൽ പറഞ്ഞത്. നോക്കൂ സനോജ്, ഇപ്പോൾ SIT ഇപ്പോൾ നീങ്ങുന്നത് ഈ രമേശ് ചെന്നിത്തല പറഞ്ഞ വ്യവസായി നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. രമേശ് ചെന്നിത്തലയും മൊഴി കൊടുത്തു. മൊഴിയാണ് എടുക്കുന്നത്, SIT മൊഴിയാണ് എടുക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ പറയുന്ന വ്യവസായി മൊഴി കൊടുത്തു. അതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ഈ ഡി മണിയിലേക്ക് എത്തിയിരിക്കുന്നത്. ഈ ഡി മണി എപ്പോ പ്രവർത്തിച്ചു എന്നതിന്റെ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ആരാണ് കുടുങ്ങുക എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഞാൻ വരാം. ഡി മണി, ഡയമണ്ട് മണിയുടെ ബന്ധങ്ങൾ എവിടേക്കൊക്കെ ഡി മണിയും XYയും എല്ലാ മണിയും പിടിക്കപ്പെടും. ശരി, പിടിക്കപ്പെടട്ടെ. അല്ലെ, ഇതിങ്ങനെ പറഞ്ഞ ശ്രീ രാജു പിന്നായിരുന്നു പൂർത്തിയാക്കിക്കോട്ടെ. കൊണ്ടുപോയിട്ടുള്ള അടൂർ പ്രകാശ് ഉൾപ്പെടെയുള്ള ആളുകൾ മറുപടി പറയേണ്ടി വരും. ശരി, രാജു പിന്നാർ കേരളത്തിന്റെ മുഖ്യമന്ത്രി അല്ല സനോജ്, ചോദ്യം മുഖ്യമന്ത്രി മിണ്ടാതിരിക്കുക. സനോജെ ഒന്ന് കേൾക്കൂ. സനോജ മിണ്ടാതിരിക്കുക. കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയും മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ ശബരിമലയുടെ കൊള്ളയിൽ ഒരു വിവരം കിട്ടിയാൽ കൈമാറണ്ട. സനോജ് ഈ ചർച്ചയിൽ വന്നിരുന്നു പറയുന്നത് സനോജിന്റെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണല്ലോ, സനോജിന് കിട്ടിയിരിക്കുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണോ? SITക്ക് ഒരു കത്ത് കൊടുക്കാൻ സനോജ് തയ്യാറാണോ? SITക്ക് ഒരു കത്ത് കൊടുക്കാൻ സനോജ് തയ്യാറാണോ? രമേശ് ചെന്നിത്തല ഒരു MLA മാത്രമാണല്ലോ, അദ്ദേഹം ആഭ്യന്തരമന്ത്രി അല്ലല്ലോ. അദ്ദേഹത്തിന് ലഭിച്ചൊരു വിവരം സരോജിന്റെ പതിവ് രീതിയല്ലല്ലോ ഇത്. അങ്ങ് ക്ഷമയോടെ കേൾക്കുന്ന ഒരാളാണല്ലോ. ഒന്ന് പൂർത്തിയാക്കട്ടെ. സനോജ് ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിക്കപ്പെട്ടു. അതിന്റെ പ്രശ്നം ശരി, രാജു പിന്നാർ ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിക്കപ്പെട്ടു. അങ്ങ് പൂർത്തിയാക്കൂ. എനിക്ക് ശ്രീ രാജുവാലേക്ക് പോകണം. സനോജിന് ഇപ്പൊ തുറന്നു കാണിക്കപ്പെട്ടത് നിങ്ങളുടെ സനോജിന് ഈ ചർച്ചയിൽ വന്നിരുന്നുകൊണ്ട് അടൂർ പ്രകാശും ആന്റണിയും ഉൾപ്പെടെ സോണിയാഗാന്ധിയെ കണ്ടതിലുമെല്ലാം ഇത്തരത്തിലുള്ള ഡീലുകൾ നടന്നിട്ടുണ്ട്. സനോജിന് ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്തെങ്കിലും വിവരം കയ്യിലുണ്ടെങ്കിൽ സനോജിന് റബ്ബറിന്റെ നട്ടൽ അല്ലെങ്കിൽ SITക്ക് ഒരു കത്ത് കൊടുക്ക്. രമേശ് ചെന്നിത്തലയുടെ നട്ടലിന്റെ ബലം കണ്ടില്ലേ, കൊണ്ടേ SITക്ക് ഒരു കത്ത് കൊടുക്ക്. ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. അപ്പോ നിങ്ങൾ പിടിക്കപ്പെട്ട് നിങ്ങളുടെ 2 നേതാക്കന്മാർ ജയിലിൽ കിടക്കുമ്പോൾ പുറത്തിലേക്ക് PS പ്രശാന്ത് ഉൾപ്പെടെ മറ്റ് ദേവസ്വം ബോർഡ് അംഗങ്ങളുള്ളവർ നിരനിരയായി ജയിലിനകത്തേക്ക് പോകാൻ നിൽക്കുമ്പോ നിങ്ങൾ പിടിവള്ളിയാക്കുന്നത് ഒരു ഫോട്ടോയാണ്. അങ്ങനെ ഫോട്ടോ പിടിവള്ളിയാക്കുകയാണെങ്കിൽ സ്വപ്ന സുരേഷും പിണറായി വിജയനും തമ്മിലുള്ള ഫോട്ടോയൊക്കെ ഉണ്ട് സനോജെ. അത് വെറുതെ എടുത്ത ഫോട്ടോ അല്ലല്ലോ. ഷെയ്ഖിനെയും കൊണ്ട് നേരെ അവിടെ പോയിട്ട് അകത്തിരുന്ന് ക്ലിഫ് ഹൗസിനകത്തിരുന്ന് ചായ കുടിക്കുന്ന ഫോട്ടോ ഉണ്ടായിരുന്നല്ലോ. ഞാൻ ഒരിക്കലും സ്വപ്ന സുരേഷിനെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞത്. അപ്പൊ അങ്ങനത്തെ ഫോട്ടോ വെച്ചല്ല ഇത്രയും വലിയ വൈകാരികമായ പ്രശ്നങ്ങളുള്ളൊരു കേസിൽ സംസാരിക്കേണ്ടത്. സോണിയാഗാന്ധി അടുത്ത് ചെന്നിട്ടുണ്ടാവും. ഞാൻ ചോദിക്കട്ടെ സ്മൃതി, ശബരിമലയിലെ ഒരു ശാന്തി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളെല്ലാവരും അവരുടെയൊക്കെ സ്വഭാവവും മറ്റുമെല്ലാം വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളും മാറ്റിവെക്കൂ. ശബരിമലയിലെ ഒരു കീഴ്ശാന്തിയായിട്ട് ഒരു ശാന്തി, ശബരിമലയിൽ അയ്യപ്പന് സേവ ചെയ്യുന്ന ഒരാള് ദൈവതുല്യനായിട്ട് കാണപ്പെടുന്ന ഒരാളാണ്. അയാൾ ഒരു പക്ഷേ പുറത്തു വന്ന് തട്ടിപ്പുകാർ പല രീതിയിൽ ആൾക്കാരെ അപ്രോച്ച് ചെയ്യും. അങ്ങനെ പല രീതിയിൽ അപ്രോച്ച് ചെയ്തപ്പോൾ ഇദ്ദേഹത്തിന് ഏതെങ്കിലും ബന്ധപ്പെട്ട് ആരെങ്കിലും കാണുന്നപ്പോൾ ഇവരെല്ലാം കൊണ്ടുപോയിട്ടുണ്ടാവും. എന്താ സംശയം? ശബരിമല അയ്യപ്പന്റെ അടുത്ത് മേൽശാന്തിയായിട്ടിരുന്ന ആൾക്കാരൊക്കെ ഇന്നും സമൂഹം മുഴുവൻ ദൈവങ്ങളെ പോലെയല്ലേ കാണുന്നത്? അവിടെ ചെന്നപ്പോ പൂജിച്ച ചരട് എന്ന് പറഞ്ഞ് കെട്ടിക്കൊടുത്തിട്ടുണ്ടാവാം. അതാണോ ഈ കേസിന് ആധാരം? അപ്പൊ ഈ കേസിന്റെ ആധാരം എന്താ? ഞാൻ ആദ്യം മുതൽ പറയുന്നൊരു സംഭവമുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു ദിവസം ശബരിമല അയ്യപ്പൻ ഹരിവരാസനം ചൊല്ലി കിടന്നുറങ്ങുമ്പോ കട്ടാമ്പാരയായിട്ട് പോയി പൊളിച്ചെടുത്തതല്ല ഈ സ്വർണ്ണശില്പ, ഇത് പാളിയും ഈ ദ്വാരപാലക ശില്പവും എൽപ്പാം. അത് അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയിട്ട് 39 ദിവസം ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിന് എത്തുന്നതിന് മുമ്പ് വഴിയിൽ വെച്ച് ശബരിമല അയ്യപ്പന്റെ ദ്വാരപാലക ശില്പമുണ്ട്, ആരെങ്കിലും വേണേ മേടിച്ചോ എന്ന് പറഞ്ഞ് വിറ്റതുമല്ല. മറിച്ച് അതിനെല്ലാം മുമ്പ്
വളരെ വ്യക്തമായിട്ട് ഇത്തരത്തിലുള്ള അന്താരാഷ്ട്ര ബന്ധങ്ങളുള്ള സംഘങ്ങളുമായി ഇത് മേടിക്കാൻ കോടതി പറഞ്ഞ വിൽഫുൾ ബയർമാരായി ചർച്ച നടത്തി ഡീൽ ഉറപ്പിച്ചതിനു ശേഷം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ കൊണ്ട് നയപരമായ ഉത്തരവ് ക്രമക്കേടിലൂടെ മാറ്റി എഴുതിക്കൊണ്ട് നടത്തിയ കൊള്ളയാണ് ഇത്. അത് 3 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ, ഞങ്ങൾ പറയുന്നതല്ലോ, കേരളത്തിന്റെ ഹൈക്കോടതി ദേവസ്വം ബെഞ്ചാണല്ലോ പറയുന്നത് 2019 നടത്തിയ ക്രമക്കേട് മറച്ചു വെക്കുന്നതിന് വേണ്ടി 2025 വീണ്ടും ഇത് ചെയ്തു എന്ന് പറഞ്ഞത്. അപ്പൊ 3 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും 2 ദേവസ്വം മന്ത്രിമാരും ഉൾപ്പെട്ട ഈ കൊള്ള നടക്കണമെങ്കിൽ 500 കണക്കിന് കോടി രൂപയുടെ അന്താരാഷ്ട്ര സ്വർണ്ണ വിഗ്രഹ സുഭാഷ് കപൂറിന്റെ സ്റ്റൈലിൽ ഈ കൊള്ള നടത്തണമെങ്കിൽ പത്മകുമാർ 10 ജന്മം ജീവിച്ച പറ്റില്ല. പത്മകുമാർ അതിന് കഴിവുള്ള ഒരാൾ ഇന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി തന്നെയാണ്. അതുകൊണ്ടാണ് സോണിയാഗാന്ധിയുടെ മേലിൽ ചാരി ഒന്ന് രക്ഷപ്പെടാൻ പറ്റുമോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഫേസ്ബുക്കിൽ എഴുതുന്ന ഈ കൂലിപ്പട്ടാളത്തിന്റെ വിലയെങ്കിലും കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കുണ്ടോ? പക്ഷേ ഈ ഗോവർദ്ധന്റെ കോൺഗ്രസ് ബന്ധം ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്നില്ലേ ശ്രീ രാജു പി നായർ? ഗോവർദ്ധൻ കോൺഗ്രസിന് പണം നൽകിയിട്ടുണ്ട്, തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് നൽകിയിട്ടുണ്ട്. ഗോവർദ്ധൻ സ്ഥിരമായി കോൺഗ്രസ് നേതാക്കൾക്കൊപ്പം ഗോവർദ്ധന്റെ ചിത്രം കണ്ടത്, ഇതിലൊക്കെ ഒരു മറുപടി വേണ്ടേ? അല്ല, അതായിക്കോട്ടെ. ഞാൻ പറയുന്നത് കോൺഗ്രസിന്റെ എന്നല്ല, ആരുടെയും ഒപ്പം ഇത്തരത്തിലുള്ള തട്ടിപ്പുകാർ സൗഹൃദം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ശരിയാണ്, ഉണ്ടാവും. ഞാനൊരു ഒറ്റ കാര്യം ചോദിക്കട്ടെ സ്മൃതി. ഏകദേശം 8-9 ഉത്തരവുകളിലൂടെ കേരളത്തിന്റെ ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് ഈ കേസിൽ വളരെ കൃത്യമായിട്ട് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ആയിട്ട് മാറുന്നുണ്ട് ഇല്ലേ? എവിടെയെങ്കിലും ഒരിടത്ത് ഒരാളെങ്കിലും, ഒരു ദേവസ്വം മെമ്പറെങ്കിലും അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഒരു നേതാവിനെ എവിടെയെങ്കിലും സംശയത്തിന്റെ നിഴലിൽ കോടതി നിർത്തിയിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു കേസിൽ നിർത്തിയിട്ടുണ്ടോ? പകരം ഈ ദേവസ്വം മെമ്പർമാരെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചത് കോടതിയല്ലേ? ഈ ദേവസ്വത്തിന്റെ മിനിറ്റ്സ് മുഴുവൻ തിരുത്തപ്പെട്ടു എന്ന് പറഞ്ഞത് കോടതിയല്ലേ? ശരി. അപ്പോ കോടതിക്ക് മനസ്സിലാവാത്ത എന്തെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ ഈ സനോജിന്റെ കയ്യിൽ അത് സംബന്ധിച്ച് SIT വിവരം ഉണ്ടെങ്കിൽ കൊണ്ടുപോയി എഴുതി SIT കൊടുക്കണം. ശരി. എന്നിട്ട് അന്വേഷിച്ചിട്ട് ആരാണെങ്കിലും ശബരിമല അയ്യപ്പന്റെ സ്വത്ത് കട്ടടിച്ച ആരുണ്ടെങ്കിലും കൊണ്ടുപോയി അറസ്റ്റ് ചെയ്യട്ടെ. അല്ലാതെ ഫോട്ടോ വെച്ച് ശബരിമല അയ്യപ്പന്റെ കൊള്ളയെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള വിദണ്ഡവാദങ്ങൾ ഉണ്ടാക്കുന്നത് ഈ ജനങ്ങൾ ഇതിനെ സംബന്ധിച്ച് എത്രമാത്രം ഗൗരവത്തോടു കൂടിയാണ് കാണുന്നത് എന്ന് CPM ഈ തോൽവിയുടെ പടുകുഴിയിലെത്തിയിട്ടും മനസ്സിലാക്കിയിട്ടില്ല. അവർ മനസ്സിലാക്കരുത്. ശരി, അവർ മനസ്സിലാക്കരുത്. ശരി, അവർ ഇത്തരത്തിൽ പൊതുജനങ്ങളുടെ സാമാന്യ ബുദ്ധിയെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ അവർ ഇത്തരത്തിൽ തന്നെ പെരുമാറിക്കൊണ്ടിരിക്കണം. ശരി, ഞാൻ TK രാജഗോപാലേക്ക് വന്നു. ശ്രീ TK രാജഗോപാൽ, സുരേന്ദ്രൻ അകത്തേക്ക് പോകുമ്പോഴും ഇങ്ങനെ പറയണം. Debate with Smriti Parithikar.